ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരുന്ന സന്തോഷങ്ങൾ എന്താണ്? ജീവിതത്തിൽ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടനെ വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഉടൻ വന്നു ചേരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഉടൻ വന്നു ചേരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഹിയറോഫന്റ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3, 12, 14, 5, 8, 9, 4. എന്ത് സന്തോഷമാണ് ഉടൻ തന്നെ വന്നു ചേരുന്നത്? ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. ചില തോൽവികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിന്നോ ചില വ്യക്തികളിലോ നിങ്ങൾക്ക് തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇമോഷണലായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് തോൽവി സമ്മതിച്ച് നിന്നിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരുന്നുണ്ട്. ആ തോൽപ്പിച്ച വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ആ ഒരു തോൽവി എന്നും എന്താണെന്നും ഏതൊക്കെ വ്യക്തികളാണെന്നും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷനാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സെലിബ്രേഷൻ വന്നു ചേരുന്നു. വിവാഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. വിജയാഘോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. പെട്ടെന്നൊരു സഡൻ മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. അത് വളരെ സ്പീഡിനാണ് എത്താൻ പോകുന്നത്. വളരെ സ്പീഡിന് ഈ ഒരു വിവാഹം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സ്പീഡിന് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നീതിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും കാരണത്തിൽ നിങ്ങളിപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പരാജയപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് വിധി എഴുതി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയോ അപമാനങ്ങൾ നേരിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്ത് ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, ജോലി സംബന്ധവുമായി ബന്ധപ്പെട്ട്, റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. 8 ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചില സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റക്കായി നിന്ന് നിങ്ങൾക്ക് ചില സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. എവിടെ നിന്ന് കിട്ടും, എങ്ങനെ അടയ്ക്കും, ആ ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം അത് വിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പണം വന്നു ചേരുന്നു. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ജോലികളൊന്നും ഈ അടുത്ത സമയത്തായി നിങ്ങൾക്ക് വരുന്നില്ല. എല്ലാം സ്റ്റക്കായി നിൽക്കുന്നു. മുന്നോട്ടുള്ള യാത്രയെല്ലാം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. ഓക്കെ, മുന്നോട്ട് യാത്ര ചെയ്യാതെ ആരൊക്കെയോ ബ്ലാക്ക് മാജിക്കിലോ ബ്ലാക്ക് എനർജിയിലോ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് നിലവിലുള്ളതെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജോലി വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുന്നു. ഇത്രയും നാൾ നിങ്ങൾ ചില സാഹചര്യത്തെ ഭയന്ന് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഞാൻ മുമ്പോട്ട് ചെന്നാൽ അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ എനിക്ക് സാലറി കൂട്ടിത്തരണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലി വിട്ടുപോകുന്നു
എന്നൊക്കെ പറയുന്നതിന് നിങ്ങൾ സ്ട്രെങ്ത് ഇല്ലാതെ മടിച്ചു നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ടും എൻ്റെ സാലറി എന്തുകൊണ്ട് ഇൻക്രീസ് ആകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഇല്ലായിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ട്രെങ്ത് വരികയും നിങ്ങളുടെ അവകാശത്തെ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരു ഗ്രോത്ത് ആണ്, സഡൻ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 5 ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളെ വിജയത്തെ തകർത്തിരുന്നതായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ജോലി സംബന്ധമായിരിക്കാം, റിലേഷൻ സംബന്ധമായിരിക്കാം, നിങ്ങളുടെ ഇടയിൽ ഒന്നിലധികം ആൾക്കാർ ഇടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തിട്ടുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിങ്ങളെ തകർത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പരാജയം തന്നിട്ടുണ്ടായിരിക്കും. അവരുടെ ദുഷ്ടബുദ്ധി കൊണ്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമോ നിങ്ങളെ പരാജയപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാനസികാവസ്ഥയെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സഡൻ ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങളെ ആരാണോ ചതിച്ചത് ആ വ്യക്തികളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്കൊരു വിജയമാണ് വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അനുഗ്രഹമാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികത്തിൻ്റെ ഒരു വലിയ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഗ്രോത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ഹൃദയം വളരെ വളരെ അധികം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കാം. ഇത്രയും നാൾ ചില വ്യക്തികൾ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചേസ് ചെയ്ത് നിങ്ങളെ തോൽപ്പിച്ച് ഒരു വിഷയത്തിലല്ല പല വിഷയങ്ങളിൽ നിങ്ങളെ തോൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിലാണ് ഒരു ഗ്രോത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് വളരെ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ രോഗിയായിട്ട് നിൽക്കുന്നു. ആ രോഗത്തിൽ നിന്നൊന്നും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നില്ല. ആ രോഗം കാരണം നിങ്ങൾ മാനസികമായി ഡിപ്രഷനിലേക്കും പോകുന്നു. ഈ രോഗം കാരണം മറ്റുള്ളവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം തൻ്റെ ജീവനെ പോലും വിട്ടുകളയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പോലും അതിന് ശ്രമിക്കുക വരെ ചെയ്ത വ്യക്തികളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മാനസികമായ ദുഃഖം കാരണം എനിക്ക് ഈ ഒരു ജീവിതം മതിയായി എന്ന് വിചാരിച്ച് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുകയും രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായും അതുപോലെ തന്നെ റിലേഷൻ സംബന്ധമായിട്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. എല്ലാം ഇവിടെ വാളുണ്ട്, അതുപോലെ തന്നെ കപ്പ്, സ്റ്റെമ്മ്, കോയിന് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുഗ്രഹം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാണ് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ അന്ധകാരത്തിലല്ല, അന്ധകാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് സഡൻ ഉണ്ടാകുന്ന കാര്യമാണ്. ഓക്കെ, ഓവറോൾ എനർജി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ജോലി, റിലേഷൻഷിപ്പ്, സാമ്പത്തികം, ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിൽ കുട്ടികളുടെ വിവാഹം എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷനാണ്, ഇഗ്നോറിങ് ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എവിടെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് ഒരൊറ്റ കപ്പാണെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 കപ്പാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എല്ലാം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇതുവരെയും നിങ്ങൾ നേരിട്ടിരുന്നതായിട്ടുള്ള എല്ലാ റൂട്ട് ഇഷ്യൂസും നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വന്നു ചേരുന്നത്. സാക്രൽ ചക്ര നിങ്ങളുടെ ആക്ടിവേറ്റ് ആകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സാക്രൽ ചക്ര ആക്റ്റീവ് ആകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അപ്പം ഇതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ വന്നു ചേരാൻ പോകുന്ന നന്മകൾ. ഓക്കെ, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. പ്രപഞ്ചശക്തി ഈ ഒരു അനുഗ്രഹം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഈ അനുഗ്രഹങ്ങൾ ഒരു തടസ്സവും കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ വ്യൂസിലേക്ക് വന്നെത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂസ് എന്താണ് ചെയ്യേണ്ടത്?
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു തടസ്സവും കൂടാതെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ എത്തിച്ചേരുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക്, ചില വഴികളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചില റീഡിങ് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ റീഡിങ്ങിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും ഈ ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് എനർജികളും ഉണ്ട്. അപ്പം നിങ്ങളെ അനുഗ്രഹത്തെ തടസ്സമാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഡെവിള് ഇതുപോലെ തന്നെ ടാരോ റീഡിങ്ങും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ചില നാശനഷ്ടങ്ങൾ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകുകയും നിങ്ങളെ ദോഷകരമായിട്ടുള്ള പാതയിലൂടെ കൊണ്ടുപോയി നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള പോസിറ്റീവ് അനുഗ്രഹങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഡെവിള് ചില മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. കാരണം ദൈവം അനുഗ്രഹം കൊണ്ടുവരുമ്പോൾ നമ്മളെ ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ച് നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ ഡെവിളിന് വിജയം ലഭിക്കുകയില്ല. നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ കണ്ണുനീരോടെ കിടക്കുമ്പോഴത്തേക്കാണ് ഡെവിള് സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് വഴിയിലൂടെ കൊണ്ടുപോയി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ ഇത്രയും രൂപയ്ക്ക് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ആകുകയുള്ളൂ, അങ്ങനെ ആകുകയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകുകയും അനുഗ്രഹത്തെ തടയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുക. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് വരും. ഓക്കെ, പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തും ടാപ്പ് ചെയ്യുവാനുള്ള ശക്തി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലാണ് ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സ്രോതസ്സ് ഇരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ സോഴ്സ് നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്കത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഊർജത്തെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളിലേക്ക് ടാപ്പ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ഭാരത്തിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളതിനെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ വേദന നിങ്ങൾക്ക് മാറില്ല. ഓക്കെ, നിങ്ങളുടെ കൈ വേദനിക്കത്തേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ വലിച്ചു പിടിക്കുന്നു അത്രത്തോളം നമുക്ക് കൈ വേദനിക്കുകയേ ഉള്ളൂ. ശക്തി നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് നീട്ടുമ്പോൾ നിങ്ങൾക്കത് വാങ്ങുവാനും സാധിക്കുകയില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം മുറുക്കി പിടിച്ചിരിക്കുകയാണ്, നമുക്ക് വേദനയുണ്ട്, പക്ഷേ പ്രപഞ്ചശക്തി ഇതുപോലെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് വിടാത്തിടത്തോളം കാലം നിങ്ങൾക്കിത് വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില വേദനകൾ നിങ്ങളത് വിട്ടുകളയുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഓപ്പണപ്പ് പറഞ്ഞ് നിങ്ങളോട് ആർക്കെങ്കിലും, നിങ്ങൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെയോ വെറുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരോട് താങ്ക്സ് എന്നും എല്ലാ കാര്യങ്ങളും ഫോർഗീവ് ചെയ്യണമെന്നും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ അവരോട് ക്ഷമിച്ച് നൽകുന്നു എന്നും നിങ്ങളും അവരും നിങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതാണ്. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുകയോ പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് അഫർമേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിൽ വന്ന് ചേരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇതെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.